തെക്കൻ കേരളത്തിലെ മിൽമ ജീവനക്കാരുടെ പണിമുടക്ക് തുടരും. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കേണ്ടെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ തീരുമാനിച്ചു. തിരുവനന്തപുരം മേഖലാ MD സ്ഥാനത്ത് നിന്ന് P മുരളിയെ മാറ്റാതെ ചർച്ചയ്ക്കില്ലെന്ന് CITUവും INTUCയും നിലപാടെടുത്തു. 4 ജില്ലകളിൽ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നില്ല. ഡയറിയിലേക്കുള്ള പാൽ വിതരണവും ശേഖരണവും നിലച്ചു. ഷിജോ കുര്യൻ വിവരവുമായി ചേരുന്നു. ഷിജോ, എന്താണ് പ്രശ്നം? അജിംസ, നിലവിൽ തിരുവനന്തപുരം മേഖല MD ആയിട്ട് പ്രവർത്തിക്കുന്ന P മുരളിക്ക് സർക്കാർ വീണ്ടും പുനർനിയമനം നൽകിയിരുന്നു. വിരമിക്കൽ പ്രായം കഴിഞ്ഞിട്ടും ഈ പുനർനിയമനം നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് CITUവും INTUCയും ഒരു സൂചനാ പണിമുടക്ക് ഇന്ന് പ്രഖ്യാപിച്ചത്. ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഈ വിഷയം അടക്കമുള്ള നിരവധി കാര്യങ്ങളിൽ ചർച്ചയാകാമെന്ന് പറഞ്ഞുകൊണ്ട് ചെയർമാൻ എന്നൊരു ചർച്ച വിളിച്ചിരുന്നു. ഉച്ചയ്ക്ക് 2:30 ചർച്ച വിളിച്ചിരുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്നായിരുന്നു ചെയർമാൻ ഈ സംയുക്ത ട്രേഡ് യൂണിയനെ അറിയിച്ചിരുന്നത്. എന്നാൽ P മുരളിയെ MD സ്ഥാനത്ത് നിന്ന് മാറ്റാതെ ഒരു തരത്തിലുമുള്ള ചർച്ചയ്ക്കില്ല, സമരത്തിൽ നിന്ന് പിന്നോട്ട് മാറില്ല എന്നുള്ള നിലപാടിലേക്കാണ് CITUവും INTUCയും പോയിരിക്കുന്നത്. P മുരളിയെ മിൽമയുടെ തിരുവനന്തപുരം തെക്കൻ മേഖല MD സ്ഥാനത്ത് നിന്ന് മാറ്റണം, പുനർനിയമനം നൽകിയത് ശരിയല്ല, അഴിമതിക്ക് കുടപിടിക്കാൻ വേണ്ടിയാണ് P മുരളിക്ക് പുനർനിയമനം നൽകിയത് എന്നുള്ള ആരോപണമാണ് CITUവും INTUCയും അടക്കമുള്ള യൂണിയനുകൾ ആരോപിക്കുന്നത്. അതേ തുടർന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം മേഖലയിൽ ഒരു സൂചനാ പണിമുടക്ക് നടത്തുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലേക്കുള്ള മിൽമ പാൽ വിതരണവും ഇതോടെ സ്തംഭനാവസ്ഥയിലായിട്ടുണ്ട്. ഇന്നലെ വിതരണം ചെയ്ത, അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ ലോഡ് പോയതൊഴിച്ചാൽ മറ്റൊരു ലോഡും ഡയറിയിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. ഡയറിയിലേക്കുള്ള പാൽ ശേഖരണവും വിതരണവും ഇതോടെ തടസ്സപ്പെട്ടിട്ടുണ്ട്. P മുരളിയെ മാറ്റാതെ ഒരു തരത്തിലുമുള്ള ചർച്ചയ്ക്ക് ഇല്ല എന്നുള്ള നിലപാട് ട്രേഡ് യൂണിയനുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ സമരം തുടർന്നാൽ പക്ഷേ മറ്റ് ജില്ലകളിലേക്കും മിൽമ പാൽ വിതരണം കൂടുതൽ പ്രതിസന്ധിയാകും. കൂടുതൽ ജില്ലകളിലേക്കും സമരം വ്യാപിപ്പിക്കുന്ന മുന്നറിയിപ്പും CITUവും INTUCയും നൽകുകയും ചെയ്തിട്ടുണ്ട്. അജിം. ശരി ഷിജോ.